ഹലോ. അപ്പോൾ ഞങ്ങൾ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി വന്നതാണ്. ഇത് ചേച്ചിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ലിനീഷേട്ടൻ്റെ പിറന്നാളാണ് വരുന്നത് 16-ാം തീയതി. അപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് വാങ്ങാമെന്ന് വിചാരിച്ച്. മൂപ്പർ അറിയൂല. പിന്നെ വലിയ വിലൻ്റെ ഷർട്ടൊന്നുമല്ല, 1000-ൽ ഒതുങ്ങുന്നത് മതി, അത്രയൊക്കെ മതി. അപ്പോൾ ഞങ്ങൾ പോയി നോക്കുകയാണേ. അപ്പം ഞങ്ങൾ കോഴിക്കോട് SM സ്ട്രീറ്റിലുള്ള പാൻ അമേരിക്ക ബ്രാൻഡഡ് ഷർട്ടിൻ്റെ ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് പാൻ അമേരിക്കൻ്റെ ഒരു ഷർട്ട് വാങ്ങുന്നത്. പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞങ്ങൾ രാവിലെ തൊട്ട് SM സ്ട്രീറ്റ് കറങ്ങാൻ വേണ്ടി വന്നതാണ്. കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ലിനീഷേട്ടനില്ല, ഞാനും ചേച്ചിയാണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി എനിക്ക് പുറത്തിറങ്ങാനും കിട്ടിയ ഒരു അവസരമായിരുന്നു അത്. മൂപ്പരുണ്ടെങ്കിൽ പിന്നെ വാങ്ങാൻ പറ്റൂലല്ലോ. അപ്പോൾ ചേച്ചീനെയും കൂട്ടി പോയി വാങ്ങിയതാണ്. അങ്ങനെ ഒരു ഷർട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. ഇനി അത് ഇഷ്ടമാവുമോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് 16-ാം തീയതി കാണാം. 1000-ന്റെ ചുവടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 800 രൂപേൻ്റെ ഷർട്ടാണ് ഞാൻ വാങ്ങിയത്. ഹായ്. അപ്പോൾ ഇന്നാണ് ആ 16-ാം തീയതി അല്ലേ? അപ്പോൾ പിറന്നാൾ ഞങ്ങൾ രാവിലെ തന്നെ എണീച്ച് മൂപ്പർക്ക് വിഷൊക്കെ ചെയ്ത്. പക്ഷെ മൂപ്പര് പിന്നെ പിറന്നാൾ ആഘോഷിക്കുന്ന വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. മൂപ്പര് ഒരു കാഴ്ചപ്പാടിൽ വയസ്സ് കൂടുന്നതൊക്കെ എന്തിനാണ് ആഘോഷിക്കുന്നത്, പിന്നെ എന്നും ജനനവും മരണവും ഭയങ്കര ഫിലോസഫിയാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾക്കാണെങ്കിൽ പിറന്നാൾ ആഘോഷിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ച വീണ ആ ദിവസമല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക ദിവസം തന്നെയല്ലേ. അപ്പം ഞങ്ങൾ അത്രയും വിചാരിക്കുന്നുള്ളൂ കേട്ടോ. ഞാനും മക്കളൊക്കെ എൻജോയ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങൾ വിഷ് ചെയ്തു. അപ്പം ഞങ്ങൾ കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. എനിക്ക് ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഞാനിവിടെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. മക്കളൊക്കെ പറഞ്ഞ് ഡ്രീം കേക്ക് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രീം കേക്കിന് എന്തായാലും കേക്ക് ഉണ്ടാക്കണമെങ്കിലും അതിൻ്റെ സാധനങ്ങൾക്ക് നമുക്ക് ചേട്ടനെ തന്നെ ലിനീഷേട്ടനെ തന്നെ ആശ്രയിക്കണം സാധനങ്ങൾ വാങ്ങണമെങ്കിൽ. അപ്പം ഞാൻ ഞങ്ങളൊരു നാടകം ചെയ്തു. ഞങ്ങൾ പറഞ്ഞ ലിനീഷേട്ടാ, നമുക്ക് മക്കൾക്ക് ഡ്രീം കേക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കുക, കുറച്ച് സാധനം വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ചു. മൂപ്പർക്ക് അറിയില്ല കേട്ടോ. മൂപ്പരെ പിറന്നാൾ എന്താണെന്നുള്ളത് മൂപ്പർക്ക് അറിയില്ലേ. മൂപ്പര് അതൊന്നും നോക്കുന്ന ആളല്ല. അപ്പോൾ ഇന്ന് നാളാണ് ആഘോഷിക്കുക. ഡ്രീം കേക്കിൻ്റെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് മൂപ്പര് ഷോപ്പിൽ പോയപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ അവിടെ ഇല്ല. പിന്നെ അതിവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് വാങ്ങാതെ ഇങ്ങോട്ട് വന്ന്. അപ്പോൾ പിന്നെ എനിക്ക് കേക്ക് ഉണ്ടാക്കാനും പറ്റിയില്ല. പിന്നെ വിചാരിച്ച് വേണ്ട, പായസം വെക്കാമെന്ന് വിചാരിച്ച്. പായസത്തിനാണെങ്കിൽ പാലില്ല. ഇനിയിപ്പോൾ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോകണം, റോഡിലേക്ക് പോകാണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. അപ്പം പാല് വാങ്ങി വരാം. സേമിയൊക്കെ ഇവിടെ ഉണ്ട്, നോക്കട്ടെ. സേമിയ പായസം അല്ലെ വേറെ എന്തെങ്കിലും പായസം എന്തെങ്കിലും വെക്കണം. എന്തായാലും ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു പായസം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഷർട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, രാവിലെ കൊടുത്തില്ല. മക്കൾ പറഞ്ഞ് രാവിലെ കൊടുക്കണ്ട, ഒരു സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് നമുക്ക് വൈകുന്നേരം കൊടുക്കാം. ഷർട്ട് വൈകുന്നേരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഷർട്ട് കൊടുത്തില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം പായസം ഉണ്ടാക്കുമ്പോൾ കൊടുക്കാം. മഴയ്ക്ക് കുറച്ചൊരു കുറവുണ്ട് ഇപ്പോൾ. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോകലില്ല. ഞാൻ ലിനീഷേട്ടൻ്റെ കൂടെ തന്നെയാണ് എപ്പോഴും പോവുക. പിന്നെ സാധനങ്ങളൊക്കെ ഇപ്പം തന്നെ വാങ്ങിക്കൊണ്ടുവരുന്നതിനെ കൊണ്ട് അങ്ങനെ പോകാൻ ഞാൻ പുറത്ത് പോകാറില്ല. അപ്പോൾ തന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തേ നടന്നു പോണ്, എന്താ ഒറ്റയ്ക്ക് നടന്നു പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, കുറച്ച് സാധനം വാങ്ങാണ്ടേന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി വരാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വരികയാണ്. പായസം വെക്കാമെന്ന് വിചാരിച്ച്. പാലും ഒരു പാക്കറ്റ് സേമിയയും കൂടെ വാങ്ങി വീട്ടിലുണ്ട് കുറച്ച്. ഇനി എന്തായാലും തികയേണ്ട. അപ്പോൾ ഒരു പാക്കറ്റ് കൂടെ വാങ്ങി. കേക്ക് പിന്നെ മക്കൾ ഡ്രീം കേക്ക് കൊതിച്ചതിനെ കൊണ്ട് പിന്നെ വേറെ കേക്ക് വാങ്ങിയില്ല. ഇനി എന്തായാലും പിന്നെ ഒരു ദിവസം ഒക്കെ ഡ്രീം കേക്ക് ഉണ്ടാക്കാം. അച്ഛൻ്റെ പിറന്നാളിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ശ്രവ്യ മോള്. അപ്പോഴാണ് ഓള് പിന്നെ എപ്പോഴും ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ തലേ ദിവസം ഇരുന്നിട്ട് ഉണ്ടാക്കിയതാണ് ഈ സാധനം. ഒരു കാർഡാണിത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ബാക്കിൽ മാച്ച് ബോക്സിൻ്റെ ആ മരുന്നിൻ്റെ അതൊക്കെ വെച്ചൊട്ടിച്ച് പിന്നെ ഒരു സ്റ്റിക്ക് അതിൻ്റെ മേലെ വെച്ച് അത് കത്തിക്കണം. അതിൻ്റെ മേലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ ടിഷ്യൂ പേപ്പറാണ് ഇത് കത്തിക്കുന്നത്. അപ്പോൾ അത് കത്തി കഴിയുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് പുറത്തേക്ക് ഇങ്ങോട്ട് വരും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സംഭവം. മക്കൾ സ്കൂൾ വിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ വന്ന പാട് ലിനീഷേട്ട ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പോവല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ടാണ് ഈ ഇതൊക്കെ ഇപ്പം കൊടുക്കുന്നത്. കണ്ണുറക്കരുത്. ആ വായോർക്ക് കേക്കല്ല, എനിക്കും വേണം.
അപ്പോൾ കേക്കാണെന്ന് വിചാരിച്ചാണ് ലിനീഷേട്ടൻ വായ തുറന്നത്. നോക്കുമ്പോൾ അത് പായസമായി പോയി. അപ്പോൾ മൂപ്പര് പറയാണ്, മൂപ്പര് വന്നപ്പോൾ പായസത്തിൻ്റെ ഒരു മണം അവിടെ എവിടേക്കോ ഒന്ന് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയാണെന്നുള്ളത് മൂപ്പര് കണ്ടുപിടിച്ചില്ല. കാരണം ഞാനത് പായസം വെച്ച് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചതായിരുന്നു. അതുകൊണ്ട് മൂപ്പർക്ക് അത് കണ്ടുപിടിക്കാനും പറ്റില്ല. എന്നാൽ മൂപ്പർക്ക് എന്നോട് ചോദിക്കുക, അത് ചോദിച്ചതുമില്ല. അപ്പോൾ ഇനി ഇത് അടുത്തതായിട്ട് ഇതാ നമ്മളെ അന്ന് വാങ്ങിയ ഷർട്ടാണിത്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്ത് ഷർട്ടൊക്കെ കാണുന്നുണ്ട്. ഇനി ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് മനസ്സിലായി. ഏകദേശം ഇഷ്ടമായിട്ടൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ തവണയും ഞാനൊരു ഷർട്ട് വാങ്ങി കൊടുക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ഷർട്ട് വാങ്ങി നല്ല ഓർമ്മയുണ്ട്. വാങ്ങി കൊടുത്തതിന് ഫുള്ളും കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അന്ന് ഞാൻ വിചാരിച്ചു ഇനി മനുഷ്യന് ഞാൻ ഷർട്ട് വാങ്ങി കൊടുക്കൂല എന്നുള്ളത്. പക്ഷേ ഇത് പ്രാവശ്യം ഷർട്ട് വാങ്ങി. ഭാഗ്യത്തിന് ഈ പ്രാവശ്യം കുറ്റമൊന്നും കണ്ടുപിടിച്ചില്ല. എന്തായാലും ഷർട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ പിറന്നാൾ എല്ലാവരും വിഷ് ചെയ്യണം. പിറന്നാളിന് കുറച്ച് പേരൊക്കെ ഫേസ്ബുക്കിൽ വിഷ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.